ഹായ് മൈ ഡിയേഴ്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻസ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഗേറ്റിൽ നിന്ന് വരുന്ന കുറച്ച് ടോപ്പിക്സ് എടുത്തുള്ളൂ. ഇനി എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പം ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻസിൽ വന്നിട്ട് മെയിനായിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് M.Tech S2 വരുന്ന ഒരു സബ്ജക്റ്റാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ വന്നിട്ട് ടോട്ടലി വന്നിട്ട് 5 സിലബസസ് ഉണ്ട്. 5 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ സിലബസ് നമുക്ക് കാണാം. ഓക്കെ. അപ്പം ഫസ്റ്റ് വരുന്നത് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൽ വരുന്നതാണ് one factor at a time experiment and designed experiment, role of DOE in experimentation, application software packages for designing experiments, basic statistical concept, probability distribution, PDF and CDF, mean and variance, normal and student t distributions, normal probability plot, table and chart to represent data, stem and leaf, box plot, Pareto chart, പിന്നെ sampling distribution of mean, central limit theorem, constructing confidence interval for single mean variance and differences of two means. Okay. Next വരുന്ന മോഡ്യൂൾ 2 ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഓക്കെ. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിൽ വരുന്നത് സിംഗിൾ മീൻസ്, ടെസ്റ്റിംഗ് ഓഫ് ടു മീൻസ് വിത്ത് known and unknown population variance, paired t-test, testing of variance, പിന്നെ analysis of variance. Okay. നെക്സ്റ്റ് വരുന്നതാണ് സിംഗിൾ ഫാക്ടർ എക്സ്പെരിമെൻറ്റ്, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ, പിന്നെ റാൻഡമൈസേഷൻ ബ്ലോക്കിംഗ്, റാൻഡമൈസ്ഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ഡിസൈൻ, പിന്നെ വരുന്നതാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ, മോഡൽ അഡിക്വസി ചെക്കിംഗ്, റെസിഡ്യുവൽ പ്ലോട്ട്സ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് മോഡ്യൂൾ 4. അതിൽ ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓക്കെ. ഒന്ന് വന്നിട്ട് 2 and 3 factors, full factorial experiments, 2 level factorial experiment, effects and contrast, eighth algorithm, single replicate case, addition of central points to 2 power star design, block and confounding, and in 2 power dash factorial design. Okay. നെക്സ്റ്റ് വരുന്നതാണ് മോഡ്യൂൾ 5. ഇതുകൂടെ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഫാക്ടോറിയൽ ഫ്രാക്ഷണൽ എക്സ്പെരിമെൻറ്റ്സ്, 2 ലെവൽ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ, 1/2 fraction of 2 power star design, alias structure in fractional factorial designs, confounding, design resolution, response surface methodology, സെൻട്രൽ കോമ്പോസിറ്റ് ഡിസൈൻ. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ടോപ്പിക്സിൽ വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ്സാവുകയാണെന്ന് വെച്ചോ. മിസ്സാവുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്നത് എന്താണോ, അത് ഞാൻ പഠിപ്പിക്കാത്തത് അറിയാവുന്നത് എന്താണോ അതുകൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്ക് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇത് പറഞ്ഞു തരാനായിട്ട് പറ്റും. പിന്നെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എളുപ്പമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ് ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം അത് നമ്മൾ പഠിച്ച് പാസ്സാവാനായിട്ട് എങ്ങനെയെങ്കിലും നോക്കണം. ഓക്കെ. അപ്പം ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തും വന്നിട്ട് ഇത് ആപ്ലിക്കബിൾ ആയിരുന്നു. കാരണം ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക സെമിസ്റ്റർ 2-ലും 3-ലും ഞാൻ എന്താ പറയുക ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ എന്താ പറയുക ഒരുപാട് വീടുകൾ മീൻസ് എന്താ പറയുക സോളാർ പാനലുള്ള വീടുകളിലൊക്കെ ഞാൻ കയറി. ഓക്കെ. എന്നിട്ട് അവരുടെ വീട്ടിൽ 6 മാസത്തെ കറണ്ടിൻ്റെ വേരിയേഷൻ മീൻസ് കറണ്ടിൻ്റെ ഇൻക്രീസും ഡിക്രീസും ആയിട്ടുള്ള ആ ഒരു ബാർ ഗ്രാഫ് ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് അവർ ഷെയർ ചെയ്തു. എന്നിട്ട് അത് വന്നിട്ട് ഞാൻ അവർ മോണോ ക്രിസ്റ്റലൈൻ ആണോ പോളി ക്രിസ്റ്റലൈൻ ആണോ അങ്ങനെയുള്ളവരെ ഞാൻ തരംതിരിച്ചു. മോണോ ക്രിസ്റ്റലൈൻ ഉള്ളവർക്കാണോ പോളി ക്രിസ്റ്റലൈൻ ആയവർക്കാണോ കൂടുതൽ കറണ്ട് കിട്ടുന്നത് മീൻസ് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് എന്ന് ഞാൻ തിരക്കി. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിൽ ഞാൻ എന്താ പറയുക മിനി ടാബ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഞാൻ അത് മീൻസ് ഈ ഒരു ഡാറ്റ ഞാൻ അതിൽ ഫീഡ് ചെയ്തു. അപ്പോൾ അവർ എനിക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് വന്നു. അതിൽ തന്നെ മോണോ ക്രിസ്റ്റലൈൻ ബാലൻസിലാണ് കൂടുതൽ എഫിഷ്യൻസി പോളി ക്രിസ്റ്റലൈനെ കാണും. ഓക്കെ.
അങ്ങനെയാണ് വന്നത്. അപ്പം ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം വന്നിട്ട് പ്രോജക്ട്സിലും പിന്നെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യും. ഇപ്പം തന്നെ നമ്മളൊരു പായസം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, ഓണത്തിന് നമ്മൾ പായസം ഉണ്ടാക്കുക, നമുക്ക് ഒരു അറിവും ഇല്ലാതെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കും, മനസ്സിലായി? ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ശർക്കരയിടും, തേങ്ങാപ്പാലിടും, പിന്നെ അതിൻ്റെ കൂടെ പരിപ്പിടും. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, മധുരം കറക്റ്റായിട്ട് വരും. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിലെ ഒരു ഘടകമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിലും വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചേ പറ്റും. എന്തായാലും ഞാൻ ഇതേപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയറി ക്വസ്റ്റ്യനാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വരുന്നതാണ് എക്സ്പ്ലെയിൻ സെൻട്രൽ ലിമിറ്റ് തിയറം. സെക്കൻഡ് വരുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. തേർഡ് വരുന്നതാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ പരീറ്റോ ചാർട്ട്, ബോക്സ് പ്ലോട്ട് മെത്തേഡ്, സ്റ്റെം ആൻഡ് ലീഫ് മെത്തേഡ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിഫ്ത്ത് software packages of design of experiment, role of randomization, replication and blocking. പിന്നെ വരുന്നതാണ് explain confounding alias structure in fractional factorial design. പിന്നെ residual plot, adequacy checking, പിന്നെ 2 types of error in hypothesis testing, പിന്നെ distinguish between completely randomized design, പിന്നെ randomized block design, പിന്നെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ഈ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ എന്നും പറയും. അതിൻ്റെ കൂടെ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ വേറെ പേര് കൂടെ ഉണ്ട്. കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്നും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി എന്ന് കേൾക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എന്താ പറയുക, ആദ്യത്തെ ഓപ്ഷൻ വഴി നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കരുത്. നമ്മൾ ബ്ലോക്ക് എന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സെൻട്രൽ ലിമിറ്റ് തിയറവും പിന്നെ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടും ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.